ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഞാൻ റീൽസ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ടു, അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതിയതാട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ലാസ്റ്റത്തെ വീഡിയോ ആണ്. അതായത് ഈ ഒരു വീഡിയോ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഡെലിവറി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പെൻഡിങ് കിടക്കായിരുന്നു. എടുത്ത് വെച്ചെങ്കിലും എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴിത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കുകയാണ്. അമ്മ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടോ, സവോളയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത് ചീത്തയായിട്ടുണ്ടായിരുന്നേ. അതിൽ നല്ലത് നോക്കിയൊക്കെ പിച്ചി ഇങ്ങനെ എടുക്കാമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് ഈ മല്ലിയിലയും പുതിനയിലയും വേണം കേട്ടോ. അതാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറിയാണേ. ടേസ്റ്റ് ഒരു ഡിഫറൻസ് ആണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒരു നമുക്ക് എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ ഇത് വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എടുത്തേക്ക് പുതിനയില, മല്ലിയില, 2-3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട്. നട്ട്സ് ഞാൻ ഈ പിളർത്തി എടുക്കുന്നത് എന്തെന്ന് വെച്ചാലേ, ഞാൻ 2 പാക്കറ്റ് നട്ട്സ് വാങ്ങിച്ചതിനകത്തും പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറമേ നോക്കി അറിയത്തേ ഇല്ല. ഒരു വട്ടം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ജസ്റ്റ് ഒരെണ്ണം മാത്രം അവിടെ വെച്ചിരുന്നപ്പോഴത്തേക്ക് അമ്മ ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എടുത്ത് പിളർത്തി നോക്കിയപ്പോൾ അതിനകത്ത് പുഴു ഇരുന്ന് ഞുളയ്ക്കുന്നു. അതിനുശേഷം ഞാനിത് ഇങ്ങനെ പിളർത്തി നോക്കാതെ കഴിക്കത്തേ ഇല്ല കേട്ടോ. എനിക്ക് അതിനുശേഷം ഇത് കഴിക്കാനേ ഇഷ്ടമല്ല. പിന്നെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ എന്താ, നമുക്കിനി ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് പുതിനയില, മല്ലിയില, പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ച നട്ട്സ്, പിന്നെ കുറച്ച് തേങ്ങ ആവശ്യത്തിനുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകമായിട്ടോ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് നല്ല രീതിയിൽ നരച്ചെടുക്കാം. പിന്നെ ഈ ഒരു മിക്സിയുടെ ലിങ്ക് ഞാൻ നമുക്കിടെ ലെഫ്റ്റ് സൈഡിൽ യൂട്യൂബിൻ്റെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇൻസ്റ്റയിലെയും ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പേരും ലിങ്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മിക്സിയാണ്, 1 ഇയറിന് മുകളിലായിട്ട് വാങ്ങിച്ചിട്ട്. ബുള്ളറ്റ് മിക്സിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടാനും അരഞ്ഞ് കിട്ടാനൊക്കെ നല്ല എളുപ്പത്തിലായി കിട്ടും. നമ്മൾ മറ്റേ മിക്സിയിൽ ചെയ്യുന്നതിനെക്കാട്ടും വേഗത്തിൽ ഇതിനകത്ത് അരഞ്ഞ് കിട്ടാനായാലും പൊടിച്ചെടുക്കാനായാലും പറ്റും കേട്ടോ. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു നല്ലൊരു പേസ്റ്റ് പരുവത്തിനാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിനകത്താണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞൊരു കുക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പൂവ്, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഇടുന്ന ചൂടായി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസ് ഒരു സവോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടും കേട്ടോ ഈ ഒരു സവോള നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് തക്കാളി, ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വെന്ത് ഉടഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം അല്ല, നല്ല ജീരകം എന്ന് പറയുള്ളൂ, ചെറിയ ജീരകം. അതിൻ്റെ പൊടി ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്നതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ഇനി ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/2 കിലോ ചിക്കൻ തികച്ചുണ്ടാവുമെന്ന് അറിയില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കനാണ് ചേർക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പൊടികളൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ
ഒരു മസാലയൊക്കെ ആ ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ലേശം ഉപ്പ് മാത്രമല്ലേ നേരത്തെ ചേർത്തുള്ളൂ, അതുകൊണ്ട് ചിക്കനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്ത് കുറച്ചൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് അരച്ച അരപ്പതിനകത്ത് തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് കൂടെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് 2 വിസിലടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മയുടെ ചപ്പാത്തിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയൊക്കെ പരത്തി അമ്മ ഒരു സൈഡിൽ ചുടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയം കൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, അന്നേരം കഴുകി വെക്കുന്നത് കാരണം ഒരുപാട് അങ്ങനെ ആകാറുമില്ല. നമുക്ക് പെട്ടെന്ന് ജോലിയും തീരും. ഒതുക്കി അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ എല്ലാം കൂടെ വാരി വലിച്ചിങ്ങനെ കിടക്കത്തുമില്ല. ജോലി ലാസ്റ്റ് നമുക്ക് പെട്ടെന്നൊരു മുഷിച്ചിൽ തോന്നത്തുമില്ല ജോലിയുടെ കാര്യത്തിൽ. അങ്ങനെ നമ്മുടെ കുക്കറിനകത്ത് വെച്ചിരുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ബാലൻസ് കാര്യങ്ങൾ 1-2 കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് നമ്മൾ കുക്കറിനകത്ത് വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ അതിനകത്ത് കറിയുടെ ആ ഒരു ഭംഗി ആ ഒരു കുക്കറിനകത്ത് ഇരിക്കുമ്പോൾ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കാണിച്ച് തരാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഒന്നും കൂടെ ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് തന്നെ മുകളിൽ തൂക്കിയിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്ത് വേറെ പരിപാടികളൊന്നും ഇല്ല. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അത് മതി. അപ്പോൾ നമ്മുടെ കറി ഒന്നും കൂടെ ഒന്ന് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് മല്ലിയില ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്ത് ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റേ വേറെ ആവും കേട്ടോ. നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അത് ഈ ഒരു രീതിയിൽ സംഭവം കിടു ടേസ്റ്റായിരുന്നു. ഇത് ഇന്ന് എടുക്കുന്നതിനേക്കാളും നാളെ എടുക്കുമ്പോഴാട്ടോ കുറേയും കൂടെ ടേസ്റ്റ്. കാരണം ഇത് ഞങ്ങൾക്ക് രാവിലത്തേക്കും കൂടെ ഉണ്ടായിരുന്നു. ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞാൻ ദോശയിലൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ചപ്പാത്തിയും ആ ഒരു സമയം കൊണ്ട് അമ്മ ചുട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോയി കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കറിയായിരുന്നു കേട്ടോ. ഇത് എടുത്ത സമയത്ത് എൻ്റെ മേലത്തൂടെ കുറച്ച് വീണിട്ടുണ്ടായിരുന്നേ. അതാണ് ഈ ഒരു സൈഡൊക്കെ നനഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ച് വീണുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിക്കുകയായിരുന്നു. പിന്നെ കുറേ പേര് എനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേദന നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ വീഡിയോസൊക്കെ ഇടാതെ ഇരുന്നാൽ എങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ചത്. ഫോണിപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജിനോ കമൻസിനോ ഒന്നും റിപ്ലൈ തരാത്തത്. ഈ ഒരു സമയത്ത് ഫോണൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും തോന്നാറുണ്ട്. ഡെലിവറിക്ക് മുന്നേ ആണ് കേട്ടോ ആ ഒരു ദിവസമാണ് ഞാൻ ലാസ്റ്റ് ഫോൺ അങ്ങനെ യൂസ് ചെയ്തത്. അതിനുശേഷം അങ്ങനെ എടുക്കാറേ ഇല്ല. ജസ്റ്റ് ഇതൊട്ട് ഫോട്ടോ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ എടുത്തത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത്. എനിക്ക് ഫോണ് കുറച്ച് ദിവസമെങ്കിലും യൂസ് ചെയ്യാതിരിക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെയാണ് കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്നും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.